ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നയനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? നയനം ഇപ്പം എവിടെ എത്തിയെന്നാ? നയനം ഇപ്പം അവർ നയനയുടെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അത്രയും ദൂരം യാത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ കയറി രണ്ടുപേരും കൂടി ഒരു വഴക്കൊക്കെ ആയി. പിന്നെ അതൊക്കെ ഒന്ന് കോംപ്രമൈസായി അല്ലേ? അവിടെയാണ് നിൽക്കുന്നത്. ഇത് അമ്മച്ചിയുടെ ട്രിക്കാണ്. സ്കൂളുള്ള ദിവസം രാവിലെ വിളിച്ചാൽ എഴുന്നേറ്റില്ലെങ്കിൽ സമയം കൂട്ടി പറയും. എന്നാലേ ഇതെൻ്റെ ട്രിക്കാ. അർജുൻ സ്വന്തം തമാശയ്ക്ക് കുടുകുടാ ചിരിക്കുന്നവളെ പിടിച്ചാ നെഞ്ചിലേക്കിട്ടതും ചുണ്ട് കടിച്ചതും ഒരുമിച്ചായിരുന്നു. വിടെന്നെ, അവൾ വഴുതിപ്പോയിക്കൊണ്ടേയിരുന്നു. വിടില്ല. അനങ്ങാൻ വിടാതെ അർജുനും. ഇതുപോലെ മൂടി പുതച്ചുറങ്ങാൻ നിൻ്റെ വീട്ടിൽ നമുക്ക് അവസരം കിട്ടുമോ? അവളുടെ കഴുത്തിൽ തലചായ്ച്ചു കൊണ്ടവൻ പതിയെ ചെവിക്കല്ലിൽ അണിഞ്ഞ ചെറിയ പറ്റുകമ്മൽ കടിച്ചു. പിന്നെ കിട്ടാതെ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും നമുക്കുറങ്ങാൻ ഇതുപോലൊരു പതുപതുത്ത മെത്ത വിരിച്ച് ഫസ്റ്റ് നൈറ്റും സെറ്റാക്കി തരും. നയന അവനെ രൂക്ഷമായി നോക്കി. അത്ര അടിപൊളി പേരൻസ് അല്ലെങ്കിലും ഇനിയെന്ത് ഫസ്റ്റ് നൈറ്റ്, എല്ലാം കഴിഞ്ഞില്ലേ? അർജുൻ അവളെ വാരിപ്പുണർന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. നയനയുടെ മിഴികൾ നിറഞ്ഞു. അവൻ്റെ അരികിൽ നിന്ന് അകന്നു മാറി അവൾ അവനെ ദുഃഖത്തോടെ നോക്കി. ഇനി അതിമ കയറി പിടിക്കണ്ട. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയില്ലേ കരളെ? അല്ലെങ്കിലും അർജുന് നിന്നെ വളർത്താൻ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ ഒന്ന് പറയാലോ നയന, നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷമേ അർജുൻ നിന്റെ ശരീരം നേടിയിട്ടുള്ളൂ. അത് നീ എന്നും ഇനി എൻ്റെ പെണ്ണായി വേണമെന്ന ഉറച്ച തീരുമാനത്തോടെ തന്നെയായിരുന്നു. പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല, ഞാൻ പോയി കുളിച്ചു വരാം. അപ്പോഴേക്കും നീ റെഡി ആയിക്കോ. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ട് അവൻ എഴുന്നേറ്റ് പോയി. മനസ്സ് വല്ലാതെ വിങ്ങി. കുറ്റബോധത്തിൽ ഹൃദയം കടിച്ചു കീറി അവൾ അവിടെ തന്നെ ഇരുന്നു. ഈ മനുഷ്യനെ ഒരിക്കലും നഷ്ടമാവരുതേ എന്ന പ്രാർത്ഥനയോടെ. പിന്നെ എല്ലാം എടുപിടി എന്ന പോലെ കഴിഞ്ഞു. ട്രോളി എടുക്കാൻ വന്ന സ്റ്റാഫ് പോയതും കൂടെ അവരും ഇറങ്ങി. അയ്യോ എൻ്റെ ഫോൺ എന്നും പറഞ്ഞ് നയന റൂമിലേക്ക് ഓടിയതും അർജുൻ കോറിഡോറിൽ തന്നെ നിന്നു. അർജുൻ! പരിചിതമായ ശബ്ദം കേട്ട് അവൻ ഞെട്ടലോടെയാണ് തിരിഞ്ഞു നോക്കിയത്. അവനെ കണ്ട ആഹ്ലാദത്തിൽ മുഖത്ത് പുഞ്ചിരി വിടർത്തി നിൽക്കുന്നുണ്ട് ഒരുവൾ. ഇഷാനി, നീ എന്താ ഇവിടെ? റൂമിലേക്ക് ഒരിടം കണ്ടിട്ട് അവൻ ചോദിച്ചു. പക്ഷേ മുഖത്ത് ഗൗരവം വിട്ടിട്ടില്ല, ശബ്ദവും ഇടറിയില്ല. അർജുൻ എന്താ ഇവിടെ? ഇഷാനി ഉറക്കെ ചോദിച്ചു ഓടിയെത്തി. ഞാൻ ഇന്നലെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വന്നതാ. ഇവിടെ തൊട്ടടുത്ത് തന്നെ. സമയം വൈകിയപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തു. അവർ സംസാരിച്ച് നിൽക്കുന്നതിനിടയിലേക്ക് മെലിഞ്ഞു വെളുത്ത ഒരു പെൺകുട്ടി ഒരു വലിയ ബാഗ് തോളിലിട്ട് അങ്ങോട്ട് വന്നു. അവളുടെ മുഖത്ത് ആശ്ചര്യമാണ്. ശ്രേയ, മീറ്റ് മൈ വുഡ് ബി അർജുൻ. അർജുനെ കൈത്തണ്ടിയിൽ പിടിക്കാൻ തൻ്റെ അടുത്തേക്ക് വരുന്നവളെ ആ റൂമിൻ്റെ വാതിൽക്കലിൽ നിന്ന് മാറ്റാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതെൻ്റെ ജൂനിയറാണ് ശ്രേയ. അവൾക്ക് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത ടോപ്പിക്ക് തന്നെയായിരുന്നു ഇവൾ എടുത്തത്. കേസ് സ്റ്റഡി ഉണ്ടെങ്കിലും കോൺഫിഡൻസ് പോരാ എന്ന് പറഞ്ഞ് എന്നെ ഒപ്പം കൂട്ടിയതാ. ഇഷാനി കിടന്നങ്ങ് കൊഞ്ചി കുഴയാണ്. അവളുടെ മുഖത്ത് മുമ്പ് നടന്ന കാര്യങ്ങളുടെ പരിഭവമൊന്നുമില്ല. അർജുൻ അല്ലെങ്കിലേ രോഷം അടിമുട്ടി തുളുമ്പി വരുന്നുണ്ട്. വുഡ് ബി എന്നുകൂടി കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് രണ്ടിരട്ടി കനം കൂടി. പക്ഷേ ഇപ്പോൾ തഞ്ചത്തിൽ നിന്നേ കഴിയൂ. റൂമിൽ കയറിയ യക്ഷി എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് മാത്രമേ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നതുള്ളൂ. ഇടയ്ക്കിടെ റൂമിന് നേരെ കണ്ണുപോയാൽ ഇവൾക്ക് സംശയം തോന്നും. ആ ഒരു ആദിയും ഉണ്ട് ഉള്ളിൽ. നടക്കട്ടെ, പ്രൊജക്റ്റും ഗൈഡിങ്ങും ഒക്കെ, എനിക്ക് പോയിട്ട് കാര്യങ്ങളുണ്ട്. അർജുന് പോകാൻ തിടുക്കം കൂട്ടി. അർജുൻ പോവുകയാണോ? ഫ്രീ ആവുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാമോ? അറ്റ്ലീസ്റ്റ് എൻ്റെ കോളെങ്കിലും ഒന്ന് എടുക്ക്. നേരത്തെ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് എന്താ മാറിയത്? ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വേറെ താമസക്കാരാണല്ലോ. പിറകെ നടന്നുകൊണ്ട് ഇഷാനി പറഞ്ഞു. അവിടെ ഭയങ്കര കൊതുക് കടി, അതാ അവിടെ നിന്ന് പോകുന്നത്. അവൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് നെഞ്ചിൽ ഉരസി. എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പോകുന്നിടമെല്ലാം വിഷ്ണുലോകം. എവിടെ പോയാലും ഞാൻ സന്തോഷവാനും തൃപ്തനുമാണ്. ഈ ലോകം മുഴുവൻ എൻ്റെ വീടാണ്. അതിനാൽ എനിക്ക് പ്രത്യേകമായ ഒരിടവുമില്ല. കൂളിംഗ് ഗ്ലാസ് വെച്ച് കൈകൊപ്പി മുകളിലേക്ക് നോക്കി അവൻ ആത്മീയതയോടെ പറഞ്ഞു. എൻ്റെ പിറകെ നടന്ന് നീ നിൻ്റെ സമയം പാഴാക്കാണ്ട പെണ്ണേ. ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് കരുതി മനക്കോട്ട കെട്ടുകയും വേണ്ട. എനിക്ക് താല്പര്യമില്ലെന്ന് എത്രയും തവണ പറഞ്ഞു.
അർജുൻ അത്രയൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് സങ്കടത്തിൻ്റെ ശേഷിപ്പ് അശേഷമില്ലാതെ ഇഷാനി ദൂരെ നിൽക്കുന്ന ശ്രേയയെ നോക്കി പുഞ്ചിരിച്ചു. അവൻ ധൃതിയിൽ സ്റ്റെയർ ഇറങ്ങി പോകുന്നത് നോക്കി അവൾ ആ പുഞ്ചിരി മായാതെ തന്നെ നിന്നു. ഓ, ഇങ്ങനൊരു സർപ്രൈസ് ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ചെലവുണ്ടേ. ശ്രേയ ചൂണ്ടുവിരൽ കുലുക്കി ചിരിയോട് പറഞ്ഞു. അതൊക്കെ നമുക്ക് സെറ്റാക്കാം, വാ. നെഞ്ചിലെ കനം കണ്ണുകളിൽ മഴയായി പെയ്യും മുമ്പേ അവൾ അവിടെ നിന്നും പോയി. ഇരുവരും മുന്നോട്ട് പോയതും നയന ചുറ്റുമൊന്ന് നോക്കി മുറിയിൽ നിന്നിറങ്ങി സ്റ്റെയർ വഴി താഴേക്കിറങ്ങി. നീ ഒരു കോഫി പറഞ്ഞോ, കടുപ്പം കൂട്ടിയെടുക്കാൻ പറയാം. ശ്രേയയോടായി പറഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ മുൻപല്ലിലെ റെസ്റ്റോറൻറ്റിൽ അവൾ നിന്നു. ഒഴിഞ്ഞ ഭാഗത്തെ കസേരയ്ക്കും ചെറു ടേബിളിനും അരികിൽ ഇഷാനി വന്നിരുന്നു. അപ്പോൾ ചേച്ചി വരുന്നില്ലേ? ശ്രേയ എന്തോ ആലോചനയിൽ ശങ്കയോടെ നിന്നു. എനിക്ക് നല്ല ഹെഡേക്ക്, നീ പോയി ഓർഡർ കൊടുത്തേക്ക്, അവർ കൊണ്ടുതരും. നെറ്റിയിൽ കൈ ഊന്നി ശ്രേയയെ നോക്കാതെ ഇഷാനി ഇരുന്നു. അവളോട് അഭിനയിച്ച് മടുത്തു ഇഷാനിക്ക്. ഉള്ളു തുറന്നൊന്ന് കരയണമെന്നുണ്ട്. തന്നെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ്റെ കഴുത്തിൽ ഇറുക്കെ പിടിച്ചുകൊണ്ട് ചോദിക്കണമെന്നുണ്ട്. ചേച്ചി, ഉഡ്ബിയുടെ കൂടെ ഏതൊരു പെൺകുട്ടി? ശ്രേയ മുമ്പിൽ വന്നു നിന്ന് ചോദിക്കുന്ന കൂടെ ഇഷാനി ചാടി എഴുന്നേറ്റിരുന്നു. പെൺകുട്ടിയോ? ആ, ഞാനിപ്പോൾ കോഫി ഷോപ്പിൻ്റെ കൗണ്ടറിൽ നിൽക്കുമ്പോൾ ഹോട്ടലിൻ്റെ മുൻപിലൂടെ പുള്ളിയുടെ കാറ് പോയി. ഒരു പെൺകുട്ടി ഓടി വന്ന് ആ കാറിൽ കയറുകയും ചെയ്തു. ശ്രേയയുടെ വെളിപ്പെടുത്തൽ കേട്ട് ഇഷാനിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. അപ്പോൾ അർജുൻ തന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നോ? മീറ്റിങ്ങിന് വന്നതാണെന്ന് പറഞ്ഞിട്ട്? അല്ലെങ്കിലും തന്നോട് എന്നാണ് അവൻ സത്യം പറഞ്ഞിട്ടുള്ളത്? കാറിൻ്റെ ഇരുവശത്തെ ഗ്ലാസ് താഴ്ത്തിയിട്ട് കാർ വേഗതയിൽ പോയി. കാറ്റിൽ ഉയർന്നു പറക്കുന്ന മുടിയിഴകളെ നയന പിടിച്ചൊതുക്കി കാതിന് പിറകിൽ തിരുകി. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? അവളെ കണ്ടപ്പോൾ കൃത്യമായി നീ ഒളിച്ചു നിന്നല്ലോ. രക്ഷപ്പെട്ടതിൻ്റെ ആഹ്ലാദം അവൻ്റെ ചിരിയിലുണ്ട്. എനിക്ക് ബുദ്ധിയില്ലെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അത് അർജുനേട്ടനാ. അവൾ ചുണ്ടുകൾ കോച്ചി പിടിച്ച് മുഖം തിരിച്ചു കളഞ്ഞു. ആണോ? എന്നാ പോട്ടെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന അവൻ്റെ മുഖഭാവം അതിൽ അശേഷം ഭയമുണ്ടോയെന്ന് സൂക്ഷിച്ചു നോക്കിയവൾ. പിടിക്കപ്പെടട്ടടോ, ഞാനും അതിന് തന്നെയാ കാത്തിരിക്കുന്നത്. എന്നാൽ ഒന്നും പറയാതെ കഴിഞ്ഞല്ലോ. ഞാനായിട്ടൊരു വിസ്താരം അർജുൻ ആഗ്രഹിക്കുന്നില്ല. അർജുൻ അവളുടെ നെഞ്ചിലും കഴുത്തിലും മുഖത്തും തലോടിക്കൊണ്ടിരുന്നു. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യ്. കൈവെള്ളയിൽ ഒരു കടി കൊടുത്ത് നയന അവൻ്റെ അലയുന്ന ആ വഷളം കൈ എടുത്തു കളഞ്ഞു. എനിക്കിങ്ങനെ ഓടിക്കാനാ ഇഷ്ടം. കണ്ണുറുക്കി നാക്കുകൊണ്ട് ഓരോന്ന് കാണിച്ച് അർജുൻ ഡ്രൈവിംഗ് തുടർന്നു. കുട്ടിത്തം മാറാത്തൊരു വഷളൻ. നയന കുസൃതി ചിരിയോടെ തലകുലുക്കി വെളിയിലേക്ക് നോക്കിയിരുന്നു. ചിരി ഒതുക്കി. അവളുടെ നാടെത്താനാവും തോറും അടിവയറ്റിൽ കുളിരും നെഞ്ചിൽ ആദിയും നിറഞ്ഞു. 8 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ നാട്ടിലേക്കൊന്ന് എത്തി നോക്കിയിട്ട്. പരിചിതമായ ഇടങ്ങളും ബസ് സ്റ്റോപ്പും കടകളും കടന്നുപോയി. കഥകളിലൊക്കെ വായിക്കുന്ന പോലെ നാടിൻ്റെ ഗന്ധം അവൾ അറിഞ്ഞു. ഇനി എത്ര ദൂരമുണ്ട് തൻ്റെ നാടെത്താൻ? ഇന്നലെ ആ ഹോട്ടലിൽ എത്തും വരെ ലൊക്കേഷൻ ഇട്ടാണ് വന്നതെങ്കിലും ഹോട്ടലിൽ നിന്നിറങ്ങുമ്പോൾ ഇനിയുള്ള വഴി എനിക്കറിയാമെന്നും അവൾ പറഞ്ഞതും അവൾ കാണിക്കുന്ന വഴിയായി പിന്നെ അർജുൻ്റെ വഴി. ഈ ടൗണ് കഴിഞ്ഞാലെത്തി. മുമ്പിലേക്ക് കണ്ണു നൊട്ട് പേടിച്ച് വിറച്ചിരിക്കുന്നവൾ പെട്ടെന്ന് മറുപടി കൊടുത്തു. പറയുന്ന കൂടെ മുൻപിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത് ടൗണോ? മുഖത്ത് പുച്ഛം നിറച്ച് അർജുൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അതൊന്നും തൊട്ടരികിൽ ഇരിക്കുന്നവളുടെ കാതിൽ പതിയുന്നില്ല. മുമ്പൊക്കെ ഈ വഴി വരുമ്പോൾ വീടെത്താറാകുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷയൊന്നും ഉള്ളിലിപ്പോൾ ഇല്ല. കൂടെ ഉള്ളവനെ കണ്ടാൽ എന്ത് ചോദിക്കും, എന്ത് പറയുമെന്ന ആശങ്കയാണ്. ഒരു വീട് എടുത്തു ബാംഗ്ലൂരിൽ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന മകളെ അംഗീകരിക്കാനുള്ള മഹാമനസ്കത തൻ്റെ അപ്പച്ചനോ അമ്മച്ചിക്കോ ഉണ്ടാകുമോ? ആ താലിങ്ങോട്ട് ഊരി തന്നേക്ക്. ഡ്രൈവിങ്ങിനിടയിൽ അവൾക്ക് നേരെ കൈ നീട്ടി ചോദിച്ചതും അപ്പുറത്ത് ഒരു അനക്കും കേൾക്കാതായപ്പോൾ തിരിഞ്ഞു നോക്കിയ അർജുൻ കണ്ട കാഴ്ചയിൽ സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ നിന്നും അയഞ്ഞുപോയി. മുന്നോട്ട് ചെരിഞ്ഞ വാഹനം അവൻ മൺമതിലിൽ ഇടിച്ചു ആ മതിലിനെ നിരത്തി. അതോടെ കാർ ഓഫായി. നീ എന്താടി മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണോ? സ്റ്റിയറിംഗ് മുറുകെ പിടിച്ച് അവൻ കിതപ്പോടെ ചോദിച്ചു. കയ്യിലുണ്ടായിരുന്ന കറുത്ത ഷോൾ കൊണ്ട് മുഖം മറച്ചു തീവ്രവാദിയെപ്പോലെ ഒരുവൾ. ആ വലിയ കണ്ണുകൾക്ക് ഗ്യാപ്പിട്ടിട്ടുണ്ട്. ആ രൂപം പെട്ടെന്ന് കണ്ടതും ഭയന്നുപോയി അർജുൻ. വണ്ടി ചെരിഞ്ഞ നേരം അവൻ്റെ തോളിലേക്ക് വീണിരുന്നു നയന. ആരേലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. അവൾ ആകെ വിയർത്തു.
എടുത്തു വലിച്ചു കളോ അങ്ങോട്ട്. അർജുൻ ദേഷ്യത്തോടെ ഷോൾ പിടിച്ചു വലിച്ചു. എന്തോ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്ന അമർഷം നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുണ്ട്. കാർ റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് വലിപ്പിച്ചു കയറ്റി. കാർ പതിയെ റോഡിലേക്ക് എത്തിയപ്പോഴാണ് നയനയ്ക്ക് ശ്വാസം നേരെ വീണത്. ഇല്ലെങ്കിൽ വണ്ടി തല്ലി കയറ്റാൻ വരുന്ന ആളുകൾ തങ്ങളെ കണ്ടേനെ. പരദൂഷണ പരീക്ഷണശാലയായ തട്ടുകട തയ്യാറായി. തട്ടുകട എത്തി. താ കാണുന്നതാ എൻ്റെ വീട്. വിരൽ ചൂണ്ടി മുകളിലേക്ക് നോക്കി പറയുന്നവളുടെ കണ്ണിൽ തെളിച്ചമുണ്ട്. അർജുനും അവൾ വിരൽ ചൂണ്ടിടത്തേക്ക് നോക്കി. ഒരുപാട് പടിക്കെട്ടുകൾ കയറി ഒരു പാറപ്പുറത്തിനപ്പുറം ചെറിയൊരു വീട്. അതാണ് നയനയുടെ സ്വർഗം. അർജുനും അവൾക്കൊപ്പം ആ സ്വർഗത്തിലേക്ക് പടി കയറി പോകാൻ തോന്നി. അർജുൻ കാർ ഒരിടത്തേക്ക് ഒതുക്കി നിർത്തി. നിന്റെ ട്രോളി എടുത്ത് പൊന്നുമോൾ ഇറങ്ങിക്കോ. അവൻ പിറകിലെ ഡിക്കിയിലേക്കൊന്ന് നോക്കി. അവൻ പറയുന്നത് കേട്ട് നയന സ്തംഭിച്ചുപോയി. അതുവരെ കൂടെ വരുമെന്നും വീട്ടിലെ ബഹളമെല്ലാം ഓർത്തു ടെൻഷൻ അടിച്ചവൾക്ക് ആ പറച്ചിൽ ഒരു ആശ്വാസം നൽകി എന്നത് സത്യമാണെങ്കിലും അവനെ പിരിയേണ്ടി വരുമെന്നോർത്ത് മനസ്സ് വിങ്ങി. അർജുനേട്ടൻ വരുന്നില്ലേ എന്ന് ചോദിക്കാൻ തോന്നി. അവൾ ഒരു വിടനോട്ടം പിൻവലിക്കാതെ കാറിൽ നിന്നിറങ്ങാൻ തയ്യാറെടുത്തു. കണ്ണ് അനുസരണയില്ലാതെ നിറയുന്നുണ്ട്. ഹൃദയം വല്ലാത്തൊരു പിടച്ചിലിലാണ്. കാരണമറിയാം, പക്ഷേ പരിഹാരം അസാധ്യവും. അർജുൻ ഒന്നും മിണ്ടാതെ തലചിരിച്ചിരുന്നു. ഒന്നും മിണ്ടാൻ കഴിയാതെ എന്താണ് അവളോട് പറയേണ്ടതെന്ന് അറിയാതെ മൂകനൊമ്പരം. നിന്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുമ്പിൽ വന്ന് നിൽക്കാൻ സമയമായിട്ടില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ വരും. ആ കാൽക്കൽ വീണിട്ടാണെങ്കിലും നയനയെ ഈ അർജുന് തരണമെന്ന് അപേക്ഷിക്കും. മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞവൻ അവസാന വാചകം പറഞ്ഞത് അവളുടെ മുഖം നോക്കിയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുമെന്ന് വീരവാദം പറഞ്ഞതൊക്കെ പൊള്ളായിരുന്നല്ലേ? പേടിത്തൊണ്ടൻ എന്നൊക്കെ പറഞ്ഞ് അവനെ എരി കയറ്റാൻ തോന്നിയെങ്കിലും അവളും മൗനം പാലിച്ചു. കാരണം അത് അർജുൻ ശിവമാധവാണ്. വാശി കയറ്റിയാലേ വീറോടെ കത്തും. അവളെയും തൂക്കിയെടുത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നേക്കും. അവൾ ഇറങ്ങാൻ തുനിഞ്ഞതും ആ കൈമുട്ടിൽ പിടിച്ചുകൊണ്ടവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു. ഇരു കാതിനോരവും പിടിച്ചു അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. ചുംബിച്ചു തീർന്നവൻ നോക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നുണ്ട് അവൻ്റെ നായിക. പോയി സന്തോഷമായിരിക്കെ. അർജുൻ ആ ദേഹത്ത് നിന്ന് കൈയെടുത്തു. അർജുനേട്ടൻ പോവുകയാണോ? ഇറങ്ങുന്ന കൂടെ അവൾ ചോദിച്ചു. ഇല്ല, നിന്റെ ചുറ്റുവട്ടം തന്നെ ഞാനുണ്ടാവും. നമ്മൾ ഒരുമിച്ചേ തിരിച്ചു പോകൂ. മുഖത്തൊരു ചിരി വരുത്തി അവൻ തലയാട്ടി പറഞ്ഞു. ഡിക്കിയിൽ നിന്നും ട്രോളി എടുത്തു കയ്യിൽ തൂക്കി പോകുന്ന കൂടെ അവൾ ചുറ്റുമൊന്ന് നോക്കി. നട്ടുച്ച നേരായതുകൊണ്ട് തട്ടുകട അടച്ചിട്ടിട്ടുണ്ട്. പരിസരത്തും ആളുകളില്ല. നിർത്തിയിട്ട കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന അവനെ വീണ്ടും തിരിഞ്ഞു നോക്കി. അർജുൻ്റെ നോട്ടം അവളിൽ തന്നെയാണ്. ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ഞാനെങ്ങും പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാൻ തോന്നി. കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ പോകുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു. നയന ട്രോളി കയ്യിൽ തൂക്കി പാടുപെട്ട പടികൾ കയറി. വലിയൊരു പാറയുടെ അരികിലൂടെ ആ കൊച്ചു വീടിൻ്റെ മുറ്റത്തെത്തി അവളൊന്ന് തിരിഞ്ഞു നോക്കി. തുടരും. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു.